കുമളി മൃഗാശുപത്രിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു അതായത് പ്രകൃതിയായിട്ട് ഇണങ്ങിയതാണല്ലോ ജീവജാലങ്ങൾ. അതിന് ഏറ്റവും പറ്റിയൊരു സ്ഥലത്താണ് ഈ മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതേക്കുറിച്ച് നമുക്ക് വെറ്ററിനറി ഹോസ്പിറ്റൽ കാണാം. ഇതുണ്ടോ അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ. നമുക്ക് അകത്തോട്ട് കിടക്കാം. വെറ്ററിനറി ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയാണ്. അപ്പം ഇവിടുത്തെ ഓരോ നമ്മൾ ഇതുണ്ടോ ഫീസില്ലാതെയാണ്, എല്ലാം ഫീസില്ലാതെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. പിന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ ഡീറ്റെയിലുകളും ഫോൺ നമ്പറുകളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൺ നമ്പറിൽ ഇപ്പോൾ മൃഗത്തെ സംബന്ധിച്ചാണല്ലോ എപ്പോഴും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇതിലൊക്കെ വിവരങ്ങൾ വിളിച്ചറിയിക്കാവുന്നതൊക്കെയാണ് നിങ്ങൾക്ക്. ൊക്കെ കുത്തിവയ്പ്പ് എടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ്. ഞാനും ഇവിടെ ഒരു നായ്ക്കുട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. മരുന്നൊക്കെ വെച്ച് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഇവിടെ കാലിനൊരു ഇത് പറ്റിയതാണ്. ഇവിടെയാണ് ഡോക്ടറൊക്കെ നല്ല ഡീലിങ്സൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ആ വഴിയാണ് ഇങ്ങോട്ട് പശുക്കളെയൊക്കെ കൊണ്ടുവരുന്നത്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയാണെങ്കിൽ ഇറക്കാവുന്നതാണ്. ഇത് ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മൃഗങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ നിർത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ്. അപ്പോൾ നിലവിൽ ഇന്ന് ഡോക്ടർ ലീവാണ്. അതുകൊണ്ട് ഡോക്ടറുടെ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യം. നമസ്കാരം, എൻ്റെ പേര് ജോ. ഞാനിവിടുത്തെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് കുമളി മൃഗാശുപത്രിയിൽ. കുമളി പഞ്ചായത്തിൽ 2 മൃഗാശുപത്രികളുണ്ട്. ഒന്ന് ഈ കുമളിയിലും പിന്നെ ഒന്ന് വെള്ളാരംകുന്നിലും. അപ്പോൾ നമുക്കിവിടെ നിലവിൽ ഡോക്ടറില്ല. കുറച്ച് 2 മാസമായിട്ട് ഡോക്ടറുടെ സേവനം എല്ലാ ദിവസവും ലഭ്യമല്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ലഭ്യമുള്ളൂ. ഇവിടെ കുമളി പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1200 താഴെയുള്ള മൃഗങ്ങളേ ഉള്ളൂ, പശുവും പോത്തുമൊക്കെ ആയിട്ട്. ആട് വേറെ ഉണ്ട്. പിന്നെ ഓമന മൃഗങ്ങളുടെ ചികിത്സ ധാരാളമായിട്ട് വരുന്നുണ്ട്. വാക്സിനേഷനും അതുപോലെയുള്ള ചികിത്സകളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം മരുന്നുകളൊക്കെ നമുക്ക് സ്റ്റോക്കുണ്ട്. പിന്നെ മൃഗാശുപത്രിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു അവസ്ഥയിലല്ല, എങ്കിലും കുഴപ്പമില്ല, അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ആവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ സ്റ്റോക്കുണ്ട്. അതുപോലെയുള്ള കാൽസ്യം പോലെയുള്ള സപ്ലിമെൻറ്റുകൾ നമുക്ക് ധാരാളം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കൂടുതൽ കർഷകർ ഇതിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഉള്ളവർ തന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ കൃഷി രീതികളൊക്കെ മാറിക്കൊണ്ടായിരിക്കാം. ഏലത്തോട്ടം കൂടുതലാകുമ്പോഴത്തേക്കും പുൽകൃഷി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആളുകൾ കന്നുകാലികളെ വളർത്തുന്നത് ഒരു കുറവായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലാഭകരമല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാലിത്തീറ്റയുടെ വില കൂടുതൽ, പുല്ലിൻ്റെ ലഭ്യത കുറവ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ ഈ കൃഷി നിർത്തിപ്പോകുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇൻഷുറൻസിൻ്റെ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ കാലിത്തീറ്റ വിതരണമുണ്ട്. കന്നുകുട്ടികൾക്കുള്ള കാലിത്തീറ്റ വിതരണമുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മാക്സിമം കൃഷിക്കാരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി. തന്നെ നമുക്ക് ഇവൻ്റെ പേരെന്നെ ഇവന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പം അവന് അടുത്തോട്ട് എടുക്കാൻ പറ്റുകയില്ല ഇവൻ്റെ. കാരണം ഇവൻ ഭയങ്കര ഭീകരനാണ്. ഹിറ്റ്ലർ എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവനെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ അവൻ്റെ എന്നാണെങ്കിലും വാലൊക്കെ ആട്ടുന്നുണ്ട്. നമുക്കിത് കാണാൻ പറ്റിയത്, ഇങ്ങനെ കറക്റ്റ് സമയത്ത് വരാൻ പറ്റിയത്, ഇവിടെ ഇങ്ങനെ ഒത്തിരി മൃഗങ്ങളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണാവേ ലൈവായിട്ട്. കണ്ടില്ല നിലവിൽ, അതുകൊണ്ട് വ്യക്തമായ തെളിച്ചൊന്നും ഇല്ലെങ്കിലും ഇത് കണ്ട് അത്യാവശ്യം എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ട്. കുറച്ച് മരുന്നുകൾ മാത്രമേ വെളിയിലേക്ക് എഴുതേണ്ട വരുന്നുള്ളൂ ഇവിടെ കേട്ടോ. ഫീൽ ചെയ്യുന്നത് കാണാവേ. ഇതെന്തിനുള്ള കുത്തിവെപ്പാണ് ഇത്? പേവിഷബാധയ്ക്ക്. അവന് ഗുണമുള്ളതാണെന്ന് അവനറിയാം അല്ലേ? മര്യാദക്കാരനാണ്. അങ്ങനെ അവനും ആർട്ടിസ്റ്റായി. ഇവൻ എന്നോടിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിക്കൻ മേടിച്ച് കൊടുക്കണമെന്നാണ്. ഇല്ല, എന്നാലും നമ്മളുള്ള ഇരുട്ടത്ത് വെച്ച് നമ്മളിതുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ അത്യാവശ്യം സ്റ്റാഫെല്ലാം എല്ലാ സമയത്തും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏത് സമയത്ത് വന്നാലും 5 മണി വരെ ഉണ്ട്. പേപ്പർ ഭാഗങ്ങളും എല്ലാ റെക്കോർഡുകളും എല്ലാം കൃത്യമായിട്ടുണ്ട്.
ഡോക്ടർ വന്നാലും നമുക്ക് എൻ്റെ പേര് ബിന്ദു. ഞാൻ കുമളി വെറ്റിനറി ഡിസ്പെൻസറിയിലെ PTS ആണ്. എൻ്റെ പ്രവർത്തന സമയം 8:30 മുതൽ 1 മണി വരെയാണ്. ഞാനിവിടെ വന്ന് ക്ലീനിങ്ങും ഇതെല്ലാം കഴിയുമ്പോഴത്തേനും സാറുമാർ വരുന്നു. ബാക്കിയുള്ളത് മരുന്നെടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സാറുമാർ പറയുന്ന എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ ചെയ്യുന്നു. ഇതിവിടെ പ്രധാനമായിട്ടും പെറ്റ് ആനിമൽസ്, വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ അങ്ങനെയുള്ളതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. ഇത്രയുള്ള മരുന്നുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇല്ലാത്ത മരുന്നുകളാണ് പുറത്ത് കൊടുക്കുന്നത്. പെറ്റ് ആനിമൽസിന് വാക്സിനേഷൻ നടത്തുന്നുണ്ട്. പിന്നെ അല്ലാതെ എന്തെങ്കിലും മുറിവ് ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ നൽകുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണുമല്ലോ. ഇപ്പം ഏതായാലും കുറ്റത്തിന് വന്നതെന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടിയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ മനോരമ പത്രത്തിൻ്റെ ഇവിടുത്തെ കുമളി പഞ്ചായത്തിലെ ഏജൻറ്റും വർഷങ്ങളായിട്ടുള്ള ലേഖകനും ഒക്കെയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നത് കണ്ടോ നമ്മുടെ ഒരു ആവശ്യത്തിന്. നമ്മൾ ഒരിക്കൽ ഞാൻ പണ്ട് ഒരു 6 കൊല്ലം മുമ്പ് ഇങ്ങനെ ഇതൊന്ന് അടച്ചിട്ട ഒരു അവസരത്തിൽ ഞാൻ വന്നപ്പോൾ തൊടുപുഴയ്ക്ക് കാറ് വിളിച്ചൊരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് പോകേണ്ട വന്നു. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു. അവനതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം നമ്മളൊരു ഉള്ളപ്പോൾ അതിൻ്റെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ നമ്മൾ ആശ്രയിക്കാൻ നമുക്കിങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ ഡീലിങ്സും എല്ലാം നല്ല രീതിയിലാണ് കേട്ടോ. ഇപ്പം ഇന്ന് ഇച്ചിരി തിരക്ക് കുറഞ്ഞ ദിവസമാണ്. ഒരു ദിവസം 10-12ഓളം മൃഗങ്ങളെ കൊണ്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 90% മരുന്നുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.